ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു മണി ബോക്സ് ഓപ്പണിംഗ് ആണ് കേട്ടോ. ലച്ചുമോളുടെ മണി ബോക്സാണ്. അപ്പോൾ ലച്ചുമോൾക്ക് പിറന്നാളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാലോ എന്ന് കരുതിയിട്ട് എത്ര രൂപയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ജൂലൈ 1-നാണ് അവളുടെ പിറന്നാൾ വരുന്നത്. ഞങ്ങൾ ഓപ്പൺ ചെയ്യണേ. ഓപ്പൺ ചെയ്തിട്ട് എത്ര രൂപ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. അത് ക്യാഷ് എടുത്ത് നോക്കി, എണ്ണി നോക്കി. ഒരു 1300 രൂപ അതിൽ ഉണ്ടായിരുന്നു. അവളുടെ ഒരു ഇത് വെച്ചിട്ട് 1300 അത്യാവശ്യം അവൾ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ കുറച്ച് പൈസകളൊക്കെ അവൾ മിഠായി വാങ്ങി തീർത്തുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്യാഷൊക്കെ ഉണ്ടാവും. 1500 രൂപേൻ്റെ മേലെ എന്തായാലും ഉണ്ടാവുമായിരിക്കും കേട്ടോ ക്യാഷ്. ഒരു വർഷമായിട്ട് ഇങ്ങനെ ഓണത്തിനും വിഷുവിനൊക്കെ ആയിട്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ക്യാഷൊക്കെ കൊടുക്കുമ്പം അത് ഇതിലിങ്ങനെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പം പിറന്നാളിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വെച്ചാൽ അവൾക്ക് നല്ല യൂസുള്ള എന്തെങ്കിലും സാധനം വാങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഈ ഒരു ക്യാഷ് വെച്ചിട്ട് കുറച്ചും കൂടി ക്യാഷ് നമ്മളതിൽ നിന്ന് കൂട്ടിയാൽ വാങ്ങാൻ പറ്റുന്നൊരു സിൽവറിൻ്റെ പാദസരം വാങ്ങാമെന്ന് കരുതിട്ടോ. അങ്ങനെ ഞങ്ങൾ ക്യാഷൊക്കെ എണ്ണിയപ്പം 1300 ഉണ്ട്. അങ്ങനെ അത് വെച്ചിട്ട് ഞങ്ങളൊരു അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ പോയി. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു അധികം മോഡലൊന്നും അല്ലാത്ത നമ്മളുടെ ഇതിന് ഒതുങ്ങുന്ന രീതിയിൽ ചെറിയൊരു പാദസരം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ 10ൻ്റെ കോയിൻസ് ഒന്നും തുണ്ടിലിടാത്തതാണ് നല്ലത് കേട്ടോ. നമുക്കത് എവിടെയെങ്കിലും കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. അമ്മ 10ൻ്റെ കോയിൻസ് ആകുമ്പോൾ ആരും എടുക്കുന്നുമില്ല കേട്ടോ. കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് എടുക്കാൻ 10ൻ്റെ കോയിൻസ് ആകുമ്പോൾ. മറ്റേ ചില്ലർ പൈസകൾ 1-2ൻ്റെയൊക്കെ ചില്ലർ പൈസ ആകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, ആരെങ്കിലുമൊക്കെ എടുക്കും. പക്ഷേ ഈ 20ൻ്റെ കോയിന് 10ൻ്റെ കോയിനൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ മാറ്റി വെച്ചിട്ട് വേറെ ക്യാഷ് വെച്ചിട്ടാണ് സാധനം വാങ്ങാൻ പോയത്. അങ്ങനെ ഈ ഒരു മോഡലാണ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. ജൂലൈ 1-നാണ് പിറന്നാൾ. അപ്പം പിറന്നാളിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ.